വന്നത്. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് സോറി വാനിലാണ് വന്നത്. സോ ഞങ്ങൾ ഇപ്പൊ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഇവിടുത്തെ ഒരു 2-3 കടകളൊക്കെ കാണിച്ചാൽ ഇവിടെ ഒറ്റ കട പോലും തുറന്നിട്ടില്ല. ഒരു പെസ്റ്റിയാണ് കിട്ടിയത്. പെസ്റ്റി നിങ്ങളത് മനസ്സിലാക്കണം. അതാണ് പിന്നെ വിട്ട് 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 വെൽക്കം ബാക്ക് ടു നീലീസ് വേൾഡ്. അപ്പൊ ഇത് കുറെ നാളിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലെ. കുറെ നാൾ കൊണ്ട് ഷോർട്സ് ആണ് ഇടുന്നത്. കുറെ നാളിന് ശേഷമാണ് ഒരു വ്ലോഗിലേക്ക് വരുന്നത്. സോ ഇന്നത്തെ വ്ലോഗിന്റെ ഒരു വലിയ പ്രത്യേകത ഉണ്ട്. നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാണ് ഗൈസ്, ഓഫ് ടു ഗോവ. സോ ഗോവയിൽ പോവാണ്. പിന്നെ ഗോവയിൽ ആരൊക്കെയാ വരുന്നതെന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മാതാശ്രീ ഉണ്ട്. പിന്നെ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ 5 പേര് കൂടി ഉണ്ട്. അവരാരാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഒരാൾ ട്രിവാൻഡ്രത്തുനിന്ന് കയറും, ഒരാൾ മഹിയാണ്. മഹി പുനലൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. മഹി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുന്നതാണ്. സോ ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങൾ ടിക്കറ്റ് ഇല്ലാതാണ് ഗൈസ് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേ ഞങ്ങളെ ചതിക്കത്തില്ല എന്ന് വിശ്വസിച്ച് ഞങ്ങൾ പോവുകയാണ്. എന്ന് 2 കൽപ്പിച്ചങ്ങ് പോവാണ്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗോവയിൽ ചെന്നിട്ട് കാണാം. ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കായംകുളത്തു നിന്നാണ്, കായംകുളം ജംഗ്ഷനിൽ നിന്നാണ് കയറുന്നത്. 11:10 നേത്രാവതിയിലാണ് പോകുന്നത്. ട്രിവാൻഡ്രത്തുനിന്ന് ഒരാൾ കയറിയിട്ടുണ്ട്. 9 മണിക്ക് എന്താണ് ട്രെയിൻ പുറപ്പെടുത്തത്. അപ്പൊ ട്രിവാൻഡ്രത്തുനിന്ന് ഒരാൾ കയറും. ഞങ്ങൾ ഗോവയിലോട്ട് ന്യൂ ഇയർ എൻജോയ് ചെയ്യാനോ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ ഞങ്ങളുടെ ചിറ്റപ്പൻ ഉണ്ട് അവിടെ, എന്റെ അച്ഛന്റെ അനിയൻ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത്. ഞങ്ങൾ തിവിം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അവിടെയാണ് ചിറ്റപ്പൻ താമസിക്കുന്നത്. പിന്നെ അപ്പൊ ഇനിയും ഗോവയിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളുടെ മഹേശ്വരി വരുന്നുണ്ട്. നമുക്ക് മഹേശ്വരിയെ വെൽക്കം ചെയ്യാം. മഹി വീട്ടിൽ നിന്ന് സാധനം എല്ലാം എടുത്തോണ്ടാണ് വരുന്നത്. ഗോവയിലേക്ക് 2 ബാഗ് ഉണ്ട്. ഇല്ല, ഇത് മൊത്തം ഫുഡ് സാധനമാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 നേത്രാവതി വരുന്നത്. സോ ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ആക്ച്വലി വന്നത്. എന്താ നേരത്തെ വന്നതെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്, കയറാൻ പറ്റുമോ അങ്ങനെ. ഇവിടുന്ന് തന്നെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് ഗോവയിലോട്ട് പോകാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലത്ത് നല്ല റഷാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ സ്മിതു ഒക്കെ വരും. അപ്പോൾ അവരെയൊക്കെ കാണിച്ചു തരാം. സ്മിതു ജനറലാണ് കയറിയിരിക്കുന്നത്. അപ്പം സ്മിതു നടന്ന് സ്ലീപ്പറിലോട്ടൊക്കെ ഇങ്ങനെ വരണം. സോ ഇപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ എത്തും. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കാഴ്ച വയ്ക്കാം. ഓക്കെ, ഒരു വിധത്തിൽ ഇടിച്ച് തെള്ളി കയറി സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സീറ്റ് ഞങ്ങളുടെ സീറ്റല്ല, വേറെ ആരുടെയോ സീറ്റിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്മിതു ജനറലിൽ നിന്ന് നടന്ന് വരുന്നുണ്ട്. ഒരു കാര്യം കാണിച്ചു തരാം. സ്മിതു നോക്കിക്കേ. സ്മിതു പെട്ടിയും എല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ സ്മിതു? പോകുമ്പോ അടിച്ചു വിളിക്കണ്ടേ? നമുക്ക് സ്മിതുവിന്റെ പെട്ടി എക്സ്പ്ലോർ ചെയ്യാം. സ്മിതു പെട്ടി തുറന്നേ. ഗൈസ്, ഇത് കണ്ടോ? ഇത് കാണണം. സ്മിതു ഗൾഫിലാണ് ഗൈസ് പോകുന്നത്. ഇത് നോക്ക്, കൊറേ സാധനങ്ങളുണ്ട്. അതാ, ഞങ്ങൾക്കിപ്പോ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഒരു 47-ഉം ഒരു 48-ഉം. പക്ഷെ എന്താ സ്മിതു സംഭവം, എവിടെങ്കിലും ചെല്ലുമ്പോ ഇവിടെ ആള് വരും. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് കൊടുക്കണം. അമ്മ അവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. മഹേശ്വരി ഇവിടെ വിശന്നിരിക്കുകയാണ്. എന്താന്ന് പറയാം, ഞങ്ങള് ചോറൊക്കെ എല്ലാം പൊതിച്ചോറ് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. ചമ്മന്തി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അമ്മ ഇവിടെ കഴിക്കുന്നു, സ്മിത ഇവിടെ കഴിക്കുന്നു. എല്ലാരും ഫുഡ് കഴിക്കുകയാണ്. ഇനി രാത്രിയിലത്തേക്കൊക്കെ വേണ്ട ഫുഡ് കിളിയും അവരൊക്കെ കൊണ്ടുവരും. काजल की सियाली से दी है तूने जाने कितनों की लव स्टोरिया के
केसरिया तेरा इश्क है प्यार रंग जाऊं जो मैं आज लगाऊंगी ഇവര് കോഴിക്കോടിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ നിന്ന് കയറിയതാണ്. സോ ഇവര് ഇവരായിട്ട് ചെറുതായിട്ട് കൂട്ടൊക്കെ ആയി, ഫ്രണ്ട്സൊക്കെ ആയി, കിളിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരേ ചില്ലാൻഡ് വൈബിലായിരുന്നു. ഇവൻ പാട്ട് പാടുന്നതുകൊണ്ട് ഇവനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടി വെച്ച് അവനെ കൈയൊക്കെ കൊടുത്ത് ഒരു പാട്ടുകാരനെ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കണ്ടുപിട്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് തിവിമിൽ. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു, ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര റഷായിരുന്നു. ഞാൻ വീഡിയോ കാണിച്ചു തരാം, അതുകൊണ്ട് അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഒരു 6:15 ഒരു 6:15 ആയപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ അവിടെ എത്തി. പക്ഷെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങിയത്, കാരണം അത്രയ്ക്ക് റഷായിരുന്നു. അപ്പൊ അങ്കിളിന്റെ വീട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ വീടൊക്കെ അങ്കിളല്ല, ചിറ്റപ്പനാട്ടോ, ചിറ്റപ്പന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അകത്തോട്ട് കാണിച്ചു തരാവേ. അവരെല്ലാരും അകത്തിരിക്കുകയാണ്. ഞങ്ങൾ വന്ന് ബ്രഷൊക്കെ ചെയ്ത് ഇനിയിപ്പോ കുളിക്കാനൊക്കെ പോകണം. ഇനി 10 മണിയാകുമ്പോഴത്തേന് 10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ നടങ്ങും, ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോയി 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 ഗോവയിലൊന്ന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കി പിന്നെയാണ് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാൻ കാണിച്ചു തരാമേ ഗൈസ്. ഗൈസ് ഇതാ നമ്മുടെ താരം എല്ലാരും ഉണ്ട് ഇവിടെ. ഇത് കളവാക്കാണ്. അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ഹായ് പറഞ്ഞോ. ഹലോ. ഇതാണ് എന്റെ ചിറ്റപ്പൻ. ഞങ്ങൾ എല്ലാരും ഇനിയും ഫ്രഷൊക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, അല്ലേ? അതെ അതെ അല്ലേ സ്മിതു? ഇനി കുളിച്ചിട്ടൊക്കെ വന്ന് പുറത്തൊക്കെ കുളിച്ചിട്ടൊക്കെ വന്ന് പുറത്തൊക്കെ പോകുന്ന വീഡിയോ കാണാം. ഹലോ. അപ്പൊ ഞങ്ങള് പുറത്തു പോകാൻ വേണ്ടി എല്ലാരും റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. സോ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുറത്ത് ഞങ്ങള് എവിടെയോ പോവാണ്, എവിടെയാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എവിടെയോ ഒരു സ്ഥലത്താണ് പോകുന്നത്. സോ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് എല്ലാം ഇനി എന്തെങ്കിലും പറ, അല്ലേ? അവിടെ ചെന്നിട്ടല്ലേ? അതെ, അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, എല്ലാരും പുറത്തൊക്കെ പോകാൻ റെഡി ആയിട്ട് ഇപ്പോൾ മുകളിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സോ ഞാൻ അവരെ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യണേ. അവര് അവിടെ ഫോട്ടോഷൂട്ടിലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ആക്ച്വലി മുകളിലോട്ട് പോയിരിക്കുന്നത്. എത്തുന്നില്ലല്ലോ ദൈവമേ. സോ അവര് ടെറസിലോട്ട് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഗൈസ്. ഓ നിങ്ങളൊന്നും കാണുന്നില്ല, അവിടെ ഭയങ്കര വെയിലാട്ടോ. ഹലോ. ഓ മഹേഷ്, എല്ലാരും ഷൂസ് ഒക്കെ ഇട്ട് ഇവിടെ. ഓ ജിന്ന വരെ സ്റ്റൈൽ. നിങ്ങളുടെ ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ. ഹായ്. ഇതാണ് വിശാലമായ കിളി. കിളി എന്തായാലും പറഞ്ഞേ. ഗൈസ് ഞങ്ങളപ്പം ഞങ്ങളുടെ കുറെ നാളത്തെ ഡ്രീം സഫലമാക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണാടി വെച്ച് കാണട്ടെ. ഓ ഗൈസ് കിളി. ഓക്കെ, അപ്പൊ ഇവിടെ ഭയങ്കര ചിൽ മൂഡാണ്. ചിൽ മൂഡ്, നല്ല വെയിലുമാണ്. നീലിമയുടെ കോസ്റ്റ്യൂം കാണണ്ടേ? കണ്ടോ ഗൈസ്, നമ്മുടെ നീലിമയുടെ കോസ്റ്റ്യൂം ഇതാണ്. അതെ, കണ്ണാടി വെച്ച് കാണിച്ചു തരാവേ. ഭയങ്കര ലുക്കായിരിക്കും. മാറി പോയി ലുക്ക് ഇരിക്കും. ഇയാളെന്തിനാ കറങ്ങുന്നേ? സോറി ഗൈസ്. അപ്പൊ എനിക്കറിയാം ഭയങ്കര കിടിലൻ വ്യൂ പോയിന്റിലോട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. സോ വ്യൂ പോയിന്റ് കാണിച്ചു തരാമീ. അങ്കിളുടെ വീടിൻ്റെ കുറച്ചടുത്തുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരു ലേക്കാണ്, ഇവിടെ ബോട്ടിങ്ങും പിന്നെ കുറച്ച് ഇതുപോലെ ഒരു അഡ്വഞ്ചറസ് സ്പോട്ടാണിത്. ഇവിടെ ബഞ്ച് ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആനന്ദം കണ്ടിട്ടില്ല? ബഞ്ചം അതിന്റെ മേളിൽ നിന്നിട്ട് അതാണത്. അടുത്തയാള് ചാടാൻ പോകും. അവിടെ മറ്റേ സാധനമാണ് ബഞ്ചി. നോ സ്മിതു അല്ല ജിംനാസ്റ്റ്. ഞങ്ങളിപ്പോ മിറർ മേസിന്റെ ഫ്രണ്ടിലാണ്. സോ അകത്തോട്ട് പോകാൻ പോണേ. കാണിച്ചു തരാം. കണ്ണാടിയാണ്, കൺഫ്യൂഷൻ ആവും. ഓ വഴിയില്ല ഗൈസ്, വഴിയില്ല.
കിട്ടി. ആ വഴി കിട്ടി, വഴി കിട്ടി. ഇവിടെ ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റത്തില്ല, വിയർത്തൊഴുകുവാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബോട്ടിംഗ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ സ്വന്തമായിട്ട് ചവിട്ടി പോകണം. ഞങ്ങൾക്ക് ആർക്കും അതിനുള്ള ശേഷിയില്ല കേസ്, അതുകൊണ്ട് അത് ചെയ്തില്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് കണ്ടു. പിന്നെ ബഞ്ചി അത് കണ്ടു, അത് ചെയ്തില്ല, കാരണം പേടിയാണ് എല്ലാവർക്കും, അതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ മിറർ മേസ് ഉണ്ടായിരുന്നു, അതിൽ കയറി. പിന്നെ ഇപ്പോൾ ഇവിടെ വെയിലായതുകൊണ്ട് നോക്ക്, നിങ്ങൾ കാണാം, എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുക. നോക്കൂ, കണ്ട, എല്ലാവരും ക്ഷീണിച്ച് ഇവിടെ തളർന്ന് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. എങ്ങനെ വന്ന ഞങ്ങളാണ് ഗൈസ് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് നോക്കൂ. അപ്പോൾ വൈകിട്ട് ന്യൂ ഇയർ പാർട്ടി ഉണ്ട്, സോ നമുക്ക് പാർട്ടിക്ക് ബീച്ചിൽ പോകണം. അപ്പോൾ ഒരു കിടിലൻ വ്യൂ കാണാം. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ പോവാ? നമ്മള് ബീച്ചിൽ പോകുന്നു. യെസ്, ഞങ്ങൾ ബീച്ചിൽ പോകുന്നു, ന്യൂ ഇയർ ആഘോഷിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ സമയം 3 മണി, ഷാർപ്പ് 3 o'clock. ഞങ്ങൾ 3 o'clock ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. ഇപ്പൊ ഇറങ്ങിയാലേ ഞങ്ങൾക്ക് അവിടെ ചെന്ന വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഒരിടത്ത് സെറ്റ് ആവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ പോകുന്നത്. അപ്പൊ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ഇവിടെ കലങ്കുട്ട് സർക്കിളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ബീച്ചിലാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നൊരു 2 kilometers or 4 kilometers ഉള്ളു ബാഗ ബീച്ചിലോട്ട്. അപ്പൊ ഇവിടുത്തെ അടുത്ത് തന്നെ കുറെ ഷോപ്പുണ്ട്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഭയങ്കര രസം കാണാൻ. മാത്രമല്ല ഭയങ്കര റഷും കൂടെയാണ്, നല്ല തിരക്കുണ്ട് ഇവിടെ. വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല, കാരണം ഇങ്ങനെ റോഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ കൂടി ആരെങ്കിലും വന്ന് ഫോണൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര റഷ് എന്ന് വെച്ചാൽ ഭയങ്കര റഷാണ്. ഞാൻ ഇവിടുത്തെ കുറച്ച് ഷോപ്പിന്റെ ഒക്കെ വീഡിയോ കാണിച്ചാൽ, പിന്നെ ഇവിടുത്തെ റഷൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചാൽ. നല്ല റഷാണ് ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഫുള്ള് ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പാണ്. കൊച്ചുകുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളെ കണ്ടപ്പോഴേ കടയിലുള്ളവരൊക്കെ ചോദിച്ചു മലയാളികളാണോ. അവർക്ക് ഇവിടെയൊക്കെ കുറെ, പക്ഷെ സംഭവം ഇവിടെയൊക്കെ ഭയങ്കര ആളാണെങ്കിലും കടയിലൊന്നും സത്യം പറഞ്ഞാൽ ആരുമില്ല. മറ്റേ അല്ല പെർമനന്റ് ടാറ്റു അല്ലാത്ത ടാറ്റു നമുക്ക് അടിച്ചാലോ? 20 രൂപയോ? എത്ര രൂപ? 100. Permanent tattoo? 100 rupees. Not for temporary tattoo? 50. Guys, അപ്പോൾ ടാറ്റു അടിക്കുന്ന ഓക്കെ ഗൈസ്, ഇവിടെ ടാറ്റു അടിക്കുന്ന കാര്യമൊക്കെ വന്ന് ചോദിച്ചു. ടെമ്പററി ആയിട്ട് അടിക്കണമെങ്കിൽ ടെമ്പററിക്ക് 50 രൂപ, 50 രൂപയും 100 രൂപ. വമ്പിച്ച ഓഫറാണ്. പെർ ഹെഡിനാണ്. പെർ ഹെഡ് അല്ല, പെർ ഇഞ്ച്. പെർ ഇഞ്ചാണ്. സോറി, അതിന് പി സ്ക്വയർ അങ്ങനത്തെ കുറെ സ്ക്വയറുകളൊക്കെ ഉണ്ട്. കൊറേ ആകെ ഇവിടെ ഒന്ന് ഇത്രയും നേരമായിട്ട്. നാളെ നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പോകും. പറഞ്ഞില്ലോ, ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര രസമുണ്ട്, ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു സ്ഥലമാണിത്. ഇവിടെ ഞങ്ങൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് കഴിച്ചത്. എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഗ്ലാസ്സിന് മാത്രം 100 rupees ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. മഹി എന്തോ ഗ്ലാസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അമ്മ ഒരു ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയുടെ ഫ്രണ്ടിന് ഒരു ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി സാധനങ്ങൾക്കൊക്കെ വെരി കോസ്റ്റ്ലിയാണ്. ഭയങ്കര എല്ലാം ഒരു ചെറിയ സാധനങ്ങൾ വരെ 350 സ്റ്റാർട്ട് ചെയ്യുന്നത്. മഹി അവിടെ ഗുളികളൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. സോ രക്ഷയില്ലാണ്. ഇവിടെ ഭയങ്കര റഷാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം, ഒടുക്കത്തെ റഷാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല, കാരണം ഇവിടുത്തെ റഷ് കൊണ്ട്. അപ്പോൾ ഞങ്ങളോട് വേറെ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അങ്കിൾ അവിടെ പാർക്ക് ചെയ്യാൻ പോയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം അങ്കിളിനെ. അപ്പം ബീച്ചിലെ കാഴ്ചകൾ കാണാം.
ഷോർട്ട് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ഇത് ഷോപ്പിങ്ങിന് കുറെ ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇവിടെ ജിംനയ്ക്ക് ഏറ്റവും ഫേവറേറ്റ്, ജിംന വന്നതേ ഇതിനു വേണ്ടിയാണ് ഗൈസ്. ഞങ്ങള് നൈറ്റിലൊക്കെ ഞങ്ങൾ സെറ്റാക്കും. ഭയങ്കര ഒരു ബിസിയാണ് ഇവിടെ. ഇവിടെ ഫുള്ളും വൈൻ സ്റ്റോറാണ്. ഒരു ബിസി സ്ട്രീറ്റ് ആണ് ഗൈസ് ഇത്. ഫുൾ കണ്ടോ കുറെ ഇവിടെ ടാറ്റുവിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. അത് കണ്ടു ഗോവയിൽ ഞങ്ങളെ കണ്ട ടാറ്റു അടിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. നമുക്ക് ബീച്ചിൽ തന്നെ നമുക്ക് കാണാം പാരച്ചൂട്ടൊക്കെ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഭയങ്കര വിഷം പറഞ്ഞാൽ ഭയങ്കര മണിയായി. 5 മണിയുടെ റഷ് ആണ്, അതായത് 12 മണിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് ഇപ്പോഴേ വരുന്നത്. സോ ആ സമയത്തുള്ള എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ആളായിരിക്കും അല്ലേ. ഇവിടെ ഫുള്ള് ഷോപ്പാണ് സൈഡില്. കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര രസകരമായ കാഴ്ചകൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ പുറകിന് പോവാണ്. എവിടെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് കേൾക്കാമല്ലേ പാട്ട്? കമോൺ. അവിടെ ആക്ച്വലി നമുക്ക് ഒരു പാർട്ടി പോലൊരു സംഭവമായിരുന്നു. ഞങ്ങൾ പോയി 2 സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പോൾ ഇനി രാത്രി ആകുമ്പോഴത്തേന് ഇവിടുത്തെ തിരക്കും കൂടും. അപ്പം ഞങ്ങൾ രാത്രി പോയ ഒരു പാർട്ടിയുടെ വീഡിയോയും അവിടുത്തെ എൻട്രൻസും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഡാൻസ് കളിക്കാം. അപ്പം ഞങ്ങളുടെ ഡാൻസിങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര രസമായിരുന്നു. ഈ സമയമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഭയങ്കര തിരക്കാണ്, നിങ്ങൾക്ക് കാണാം ഇത്ര തിരക്കാണ്. അപ്പം 12 മണിയുടെ സമയമാണ്. അപ്പോൾ എല്ലാവരും പാർട്ടിയിൽ നിന്നൊക്കെ വെളിയിലിറങ്ങി 12 മണിക്കുള്ള കൗണ്ട് ഡൗൺ ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ചറവറ പടക്കം പൊട്ടാതെ ഇറങ്ങും. സോ കാണാവേ. 12 മണിയാണ്. പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിക്ക് ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് തന്നെ കാണാം. ഇപ്പോൾ സമയം എത്രയായി? സമയം 11:58. 2 മിനിറ്റ് കഴിഞ്ഞാൽ 2 ദിവസം കാണാൻ
അങ്ങനെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മ 12 മണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇനി കാർ എടുക്കാൻ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റേഴ്സ് ദൂരെയാണ് കാർ ഇട്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകാനുള്ള തിരക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഏതാണ് ആ മുകളിൽ കാണുന്ന സ്റ്റെപ്പാണ്. അതിൽ കൂടി കയറിപ്പെടണമെങ്കിൽ കുറച്ച് പാടുപെടും. സോ ഒന്ന് കയറിപ്പെടട്ടെ. അങ്ങനെ 2023 കയറി ഞങ്ങൾ വലിയൊരു റഷിലൂടെ ഞങ്ങൾ കൊല്ലൊന്നും പറയണ്ട, ഞങ്ങളവിടെ നടക്കുമല്ലായിരുന്നു, ഞങ്ങൾ അങ്ങ് ഏറി കേട്ടി ഞങ്ങൾക്ക് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ ആൾക്കൂട്ടം ഞങ്ങളെ എത്തിച്ചു. ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഇപ്പോഴെത്തി. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതുവരെ ഇനി നടക്കണം ഗൈസ്. അമ്മ പറയുന്നുണ്ട് അതുവരെ അമ്മ ഓട്ടം വിളിച്ച് പോവാന്ന്. സോ റെസ്റ്റ് എടുത്തിട്ട് ഇനി നാളത്തെ കാഴ്ചകൾ അടുത്തൊരു വ്ലോഗിൽ കാണാം. അതുവരെ ബൈ.